കള്ളനൊപ്പം മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത കേരള പോലീസ്. കോട്ടയത്തും തൃശൂരിലും വൻ കവർച്ച നടത്തി മുങ്ങിയ 5 അംഗ ഉത്തരേന്ത്യൻ സംഘത്തെ തിരഞ്ഞ് കോട്ടയം ഈസ്റ്റ് പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും മധ്യപ്രദേശിലെ നർവാലി എന്ന ഉൾഗ്രാമത്തിലെത്തി. പ്രതികളെ പോക്കാൻ അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സഹായവും തേടി. അവിടെയാണ് കഥ മാറിയത്. കേരള പോലീസ് വന്ന വിവരം മധ്യപ്രദേശിലെ ചില ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ കള്ളന്മാർക്ക് ചോർത്തിക്കൊടുത്തു. പ്രതികളുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരം കേരള പോലീസിന് മനസ്സിലായത്. സ്വന്തം നാട്ടിലെ പോലീസിന്റെ പച്ചക്കൊടി കിട്ടിയതോടെ കള്ളന്മാർ സ്ഥലം വിട്ടു. കേരള പോലീസിന്റെ ആദ്യത്തെ ദൗത്യം പരാജയപ്പെട്ടു. എന്നാൽ തോറ്റുകൊടുക്കാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. അവർ അടുത്ത പദ്ധതി അണിയറയിൽ തയ്യാറാക്കി തക്കം പാർത്തു. പിന്നീട് മധ്യപ്രദേശ് പോലീസിനെ അറിയിക്കാതെ രഹസ്യമായിട്ടായിരുന്നു പുറപ്പാട്. കേരള പോലീസ് സംഘം മധ്യപ്രദേശിലെ രത്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ലോക്കൽ പോലീസിന് സംശയം തോന്നാത്ത രീതിയിൽ ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്തു. അവിടെ നിന്നും 130 കിലോമീറ്റർ സഞ്ചരിച്ച് നർവാലി ഗ്രാമത്തിനരികിലെത്തി. വണ്ടി ദൂരെ മാറ്റിയിട്ട ശേഷം കള്ളന്മാർ താമസിക്കുന്ന കോളനിയിലേക്ക് 2 കിലോമീറ്ററോളം രാത്രി ഇരുട്ടിൽ പോലീസ് സംഘം കാൽനടയായി സഞ്ചരിച്ചു. സമയം പുലർച്ചെ 2 മണി. ഗ്രാമം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കള്ളന്മാരുടെ മടയിലേക്ക് കേരള പോലീസ് ഇരച്ചു കയറി. ഒച്ചയും ബഹളവും ഉണ്ടാക്കാതിരിക്കാൻ ടോർച്ച് പോലും തെളിയിച്ചില്ല. മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വെളിച്ചം മാത്രമാണ് ഉപയോഗിച്ചത്. നാട്ടുകാരോ അവിടുത്തെ പോലീസോ അറിയും മുമ്പ് സംഘത്തിലെ 5ാം പ്രതിയായ 33-കാരൻ ദൽസിംഗ് മണ്ട്ലോയി എന്ന കള്ളനെ പോലീസ് തൂക്കി വണ്ടിയിലിട്ടു. കേരളത്തിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച് അതിൽ കറങ്ങി നടന്ന് പൂട്ടിയിട്ട വീടുകൾ കുത്തിത്തുറക്കുന്നതായിരുന്നു ഇവരുടെ രീതി. തൃശൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് ഇവർ കോട്ടയത്ത് കവർച്ചയ്ക്കെത്തിയത്. 5 അംഗ സംഘത്തിലെ 3 പേർ വീടിനകത്ത് കയറി മോഷണം നടത്തും. ബാക്കി 2 പേർ പുറത്ത് കാവൽ നിൽക്കും. മോഷണം കഴിഞ്ഞയുടൻ സ്വർണവുമായി പ്രധാനികൾ ബൈക്കിൽ രക്ഷപ്പെടും. ബാക്കിയുള്ളവർ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ബസ്സിലും ട്രെയിനിലുമായി മാറി മാറി യാത്ര ചെയ്ത് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുകയാണ് പതിവ്. മധ്യപ്രദേശ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രതി അതിസാഹസികമായി പൊക്കി മൺസൂൺ കാലത്ത് കേരളത്തിലേക്ക് വണ്ടി കയറ്റിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ് സംഘങ്ങൾ. കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് ജനശബ്ദം.